വർഷങ്ങൾ ഏറെ കടന്നുപോയിട്ടും മലയാള സിനിമാ രംഗത്തെ ഒരു പാഠപുസ്തകമാണ് സത്യൻ എന്ന നടൻ. തനതായ അഭിനയ ശൈലി കൊണ്ടും സ്വാഭാവികമായ അഭിനയം കൊണ്ടും എക്കാലവും മലയാളികളുടെ മനസ്സിൽ ജീവിക്കുന്ന നടനാണ് അദ്ദേഹം. നടൻ മധുവും സംവിധായകൻ KS സേതുമാധവനും ഒരിക്കൽ സത്യനെക്കുറിച്ചുള്ള ഓർമ്മകൾ പങ്കുവയ്ക്കുകയുണ്ടായി. സത്യനോടൊപ്പം അഭിനയിക്കുമ്പോൾ കിട്ടുന്ന ഊർജം എന്റെ കഥാപാത്രങ്ങളെ ഏറെ സ്വാധീനിച്ചിട്ടുണ്ട് എന്നായിരുന്നു മധു പറഞ്ഞത്. അദ്ദേഹത്തിന്റെ വാക്കുകൾ ഇങ്ങനെയാണ്: ജീവിതത്തിലും സിനിമയിലും എന്തിനേയും ജയിച്ച് ശീലമുള്ള വളരെ കുറച്ച് മുഖങ്ങളെ എൻ്റെ ഓർമ്മയിലുള്ളൂ, ഒരുപക്ഷെ മരണത്തെ പോലും. അങ്ങനെയൊരു അനുഭവമാണ് സത്യനേശൻ നാടാർ എന്ന സത്യൻ. ഓർമ്മപ്പെരുക്കങ്ങളിൽ 50 വർഷങ്ങൾ കടന്നു പോകുന്നു എന്ന് പറയുമ്പോൾ പെട്ടെന്നങ്ങ് ഉൾക്കൊള്ളാനാവുന്നില്ല. പുലരാതെ പുലരുന്ന എൻ്റെ രാത്രികളിൽ ഇപ്പോഴും സത്യൻ മാസ്റ്റർ നിറഞ്ഞു നിൽപ്പുണ്ട്. ഏതെങ്കിലും TV ചാനലുകളിൽ ആ മുഖം മിന്നിമറയാത്ത ദിനങ്ങളില്ല. അന്നേരം കറുപ്പിലും വെളുപ്പിലുമായുള്ള ഓർമ്മകൾ കൂട്ടത്തോടെ വന്ന് എന്നെ പൊതിയും. വെള്ളി വെളിച്ചത്തിലേക്ക് സത്യൻ മാഷും ഞാനുമൊക്കെ എത്തിപ്പെടും മുൻപേ സത്യനേശൻ നാടാർ എന്ന മനുഷ്യനെ ആദ്യമായി കണ്ട ഓർമ്മ അതിപ്പോഴും എന്നിൽ കൗതുകം പടർത്തുന്നു. തല ചെരിച്ചുവെച്ച് സൈക്കിൾ ചവിട്ടി വരുന്ന ഒരു വാദ്യാരുടെ രൂപമാണ് സത്യൻ മാഷിനെ ഓർക്കുമ്പോൾ ആദ്യം മനസ്സിലേക്ക് എത്തുന്നത്. ഞാൻ സെയിന്റ് ജോസഫ് സ്കൂളിൽ പഠിക്കുന്ന കാലത്താണ് ആ കാഴ്ച കണ്ടിരുന്നത്. പിന്നീട് ഒരു ചെറിയ കാറിൽ വേഗത്തിൽ കടന്നുപോകുന്ന സത്യൻ മാഷിന്റെ ചിത്രവും ഓർമ്മയുണ്ട്. വർഷങ്ങൾ ഏറെ കഴിഞ്ഞിട്ടും ഈ രണ്ട് കാഴ്ചകളും മറ്റെല്ലാ ഓർമ്മകൾക്കും മേൽ കൂടുതൽ തെളിമയോടെ നിൽക്കുന്നുണ്ട്. സത്യൻ സാറും പ്രേം നസീറും സിനിമയിലെത്തി 10 വർഷം പിന്നിട്ട ശേഷമാണ് എന്റെ സിനിമാ പ്രവേശം. അന്ന് മദുരാശിയിലെ സ്വാമീസ് ലോഡ്ജ് സിനിമാ പ്രവർത്തകരുടെ സ്ഥിരം താവളമാണ്. മിക്ക ആർട്ടിസ്റ്റുകളും അവിടെയാണ് താമസിച്ചിരുന്നത്. സത്യൻ മാഷിന് അവിടെ ഒരു സ്ഥിരം മുറിയുണ്ട്. മറ്റാർക്കും ആ മുറി കൊടുത്തിരുന്നില്ല. ഷൂട്ടിംഗ് കഴിഞ്ഞെത്തുന്ന പല രാത്രികളിലും ഞാനും സാറും കുറച്ചുനേരം റമ്മി കളിക്കാറുണ്ട്. തോൽക്കുന്നത് മിക്കപ്പോഴും ഞാനായിരിക്കും. ജയം സാറിനെ ഏറെ സന്തോഷിപ്പിച്ചിരുന്നു. ഒരിക്കലും തോറ്റുകൊടുക്കാൻ സാർ തയ്യാറായിരുന്നില്ല. എന്തിനേയും തോൽപ്പിക്കാനായിരുന്നു ഏറെ ഇഷ്ടം. മാരകമായ രോഗത്തെ പോലും. പലവട്ടം രോഗത്തെ കീഴ്പ്പെടുത്തി ക്യാമറയ്ക്ക് മുന്നിൽ എത്തിയതുകൊണ്ടാണ് മാഷിന്റെ പല വേഷങ്ങളും കാണാനായത്. ഞങ്ങൾ ഒരുമിച്ചഭിനയിച്ച ആദ്യ ചിത്രം മൂടുപടമാണ്. കോമ്പിനേഷൻ സീനുകൾ ആ സിനിമയിൽ കുറവായിരുന്നു. പിന്നീട് എത്രയോ സിനിമകളിൽ ഞങ്ങൾ ഒരുമിച്ചു. അദ്ദേഹത്തിനൊപ്പം അഭിനയിക്കുമ്പോൾ കിട്ടുന്ന ഊർജം എന്റെ കഥാപാത്രങ്ങളെ ഏറെ സ്വാധീനിച്ചിട്ടുണ്ട്. ഒരുതരം കൊടുക്കൽ വാങ്ങൽ രീതിയാണ് സത്യൻ മാഷിനൊപ്പമുള്ള അഭിനയം. ഒപ്പം അഭിനയിക്കുന്ന ആർട്ടിസ്റ്റ് നന്നായി പെർഫോം ചെയ്തില്ലെങ്കിൽ നമ്മുടെ പെർഫോമൻസിന്റെ 50% നഷ്ടമാകും. സത്യൻ മാഷിനൊപ്പം അഭിനയിക്കുമ്പോൾ അതിനെക്കുറിച്ച് ആശങ്കപ്പെടേണ്ടി വന്നിട്ടില്ല. അദ്ദേഹത്തിന്റെ സാന്നിധ്യം തന്നെ ഏറെ കരുത്തു പകരുന്നതായിരുന്നു. നമ്മുടെ പെർഫോമൻസ് മോശമായാൽ പോലും സത്യൻ മാഷിന്റെ അഭിനയത്തിന് പ്രശ്നങ്ങൾ ഉണ്ടാകാറില്ല. സത്യൻ മാഷിനൊപ്പം പ്രവർത്തിച്ച സിനിമകൾ ഏറെ അനുഭവ പാഠങ്ങൾ പകർന്നു നൽകിയിട്ടുണ്ട്. വികാരപരമായ രംഗങ്ങളിൽ അഭിനയിക്കുമ്പോൾ ഡയലോഗ് പറഞ്ഞത് ശരിയായില്ലെങ്കിൽ ആ ഡയലോഗ് കുറച്ചുകൂടി ഇമോഷണലായി പറഞ്ഞുകൂടെ എന്നെല്ലാം പറഞ്ഞ് സത്യൻ മാഷ് എന്റെ അഭിനയം മെച്ചപ്പെടുത്താൻ സഹായിച്ചിരുന്നു. എന്നേക്കാൾ 20 വയസ്സ് കൂടുതലായിരുന്ന അദ്ദേഹത്തെ ഗുരുസ്ഥാനത്താണ് ഞാൻ മനസ്സിൽ പ്രതിഷ്ഠിച്ചിട്ടുള്ളത്. എന്റെ വിവാഹത്തിനു വരെ ഒരു കാരണക്കാരൻ സത്യൻ സാർ ആയിരുന്നുവെന്ന് പറയുന്നതിലും തെറ്റില്ല. അച്ഛൻ സ്വാമീസ് ലോഡ്ജിലേക്ക് വിളിച്ച് എന്നോട് കല്യാണക്കാര്യം ആലോചിക്കാൻ പറഞ്ഞപ്പോൾ ഞാൻ ആദ്യം സത്യൻ സാറിനോടാണ് വിവരം സൂചിപ്പിച്ചത്. സാർ അത് വളരെ ഗൗരവമായിട്ട് തന്നെ എടുത്തു. വിവാഹത്തിന്റെ കാര്യത്തിൽ അച്ഛനോട് ശരി എന്ന് പറയാൻ തോന്നിയത് സത്യൻ സാറിന്റെ അഭിപ്രായം കേട്ട ശേഷമാണെന്നും മധു ഓർത്തു. സത്യന്റെ കാലശേഷം സിനിമയെടുക്കുമ്പോൾ ചിന്തകൾക്ക് അംഗപരിമിതി സംഭവിച്ചതുപോലെ തോന്നി തുടങ്ങിയിരുന്നു എന്നായിരുന്നു സംവിധായകൻ KS സേതുമാധവൻ ഒരിക്കൽ സത്യനെ അനുസ്മരിച്ചു പറഞ്ഞത്. അദ്ദേഹത്തിന്റെ വാക്കുകൾ ഇങ്ങനെയായിരുന്നു: 1957 സേലം മോഡേൺ തിയേറ്റേഴ്സിൽ സംവിധാന സഹായിയായി പ്രവർത്തിക്കുന്ന കാലം. വൈസ്രോയിയായിരുന്ന മൗണ്ട് ബാറ്റൺ പ്രഭുവിന്റെ മരുമകൻ ജോൺ ബ്രാബോൺ നിർമ്മിക്കുന്ന ഹാരി ബ്ലാക്ക് ആൻഡ് ദി ടൈഗർ എന്ന ചിത്രത്തിൽ ബാബു എന്ന കഥാപാത്രമായി അഭിനയിക്കാൻ ദക്ഷിണേന്ത്യയിൽ നിന്നുള്ള ഒരു നടനെ വേണം. മോഡേൺ സ്റ്റുഡിയോയിൽ ഓഡീഷൻ നടക്കുകയാണ്. മലയാളത്തിലെ പെരിയ നടികർ ഓഡീഷനായി വന്നിട്ടുണ്ടെന്ന് സ്റ്റുഡിയോ മാനേജർ വന്നു പറഞ്ഞു. അദ്ദേഹം തന്നെ ആ നടനെ പരിചയപ്പെടുത്തി. ആ നടൻ സത്യനായിരുന്നു. നീലക്കുയിൽ കണ്ടു, നന്നായിരിക്കുന്നുവെന്ന് പറഞ്ഞു. ഏതാനും ഉപചാര വാക്കുകളിൽ ആ കൂടിക്കാഴ്ച അവസാനിച്ചു. പിന്നീട് 1962 കണ്ണും കരളും ചിത്രത്തിനു വേണ്ടി ഒന്നിച്ചപ്പോഴാണ് അദ്ദേഹവുമായുള്ള ബന്ധം ആരംഭിച്ചത്. ഒരിക്കലും മറക്കാനാകാത്ത പല സംഭവങ്ങളുടെ ഘോഷയാത്രയാണ് സത്യനെക്കുറിച്ചുള്ള ഓർമ്മകൾ. കണ്ണും കരളും ചിത്രീകരണം തുടങ്ങിയ സമയത്തെ ഓർമ്മയാണ് അതിൽ ആദ്യം എത്തുന്നത്. ചിത്രീകരണം 2 ദിവസം കഴിഞ്ഞു. എടുക്കേണ്ട ദൃശ്യങ്ങൾ വിശദമായി എഴുതിക്കൊണ്ടാണ് ഞാൻ ദിവസവും സെറ്റിലെത്തുക. അഭിനേതാക്കളുടെ ചലനങ്ങൾ, സംസാരം, ക്യാമറയിലേക്കുള്ള നോട്ടം തുടങ്ങി എല്ലാം എഴുതിവയ്ക്കും. അതിന് അനുസരിച്ചായിരിക്കും ചിത്രീകരണം പുരോഗമിക്കുക. ഡയലോഗ് പറഞ്ഞതിനു ശേഷം ഇങ്ങനെ നോക്കണമെന്നൊക്കെ നിർദ്ദേശിക്കും. ആദ്യ ദിവസം അതേപോലെ ചിത്രീകരണം നടന്നു. 2ാം ദിവസം അവസാനം വരെ അതുതന്നെ ആവർത്തിച്ചു. അന്നത്തെ ചിത്രീകരണം അവസാനിപ്പിച്ചപ്പോൾ ഡയറക്ടർ
ഡയറക്ടർ സാർ എന്ന് വിളിച്ച് അടുത്തുവന്ന സത്യൻ പറഞ്ഞു, നിങ്ങൾ ഇങ്ങനെ കഷ്ടപ്പെട്ട് എങ്ങനെ നോക്കണം, എവിടെ നോക്കണമെന്ന് എഴുതിക്കൊണ്ടുവരേണ്ട. അഭിനയിക്കുന്നതിനിടെ അതോർക്കേണ്ടി വരുന്നതിനാൽ സ്വാഭാവികത നഷ്ടമാവുന്നു. എങ്ങനെ ചെയ്യണമെന്ന് പറഞ്ഞാൽ മതി. എത്ര തവണ വേണമെങ്കിലും ചെയ്ത് ശരിയാക്കാം. ഞാൻ അതിനോട് യോജിച്ചു. 3-ാം ദിവസം മുതൽ സീൻ വിവരിച്ചു നൽകി സത്യൻ മനോഹരമായി തന്നെ അഭിനയിച്ചു. അവിടെ തുടങ്ങിയതാണ് ഞങ്ങളുടെ മാനസിക ഐക്യം. അദ്ദേഹത്തിന്റെ മരണം വരെ അത് തുടർന്നു. അഭിനയിക്കാൻ എത്തുന്നതിന് മുൻപ് സിനിമയിലെ സംഭാഷണങ്ങൾ മുഴുവൻ വായിച്ച് പഠിക്കുന്ന ശീലം സത്യനുണ്ടായിരുന്നു. അന്നൊക്കെ നായക നടന്മാർ ഷൂട്ടിങ്ങിനെത്തുമ്പോഴാണ് സംഭാഷണങ്ങളൊക്കെ നോക്കുന്നത്. സംഭാഷണങ്ങൾ പരിമിതപ്പെടുത്താനായിരുന്നു ഞാനും സത്യനും ശ്രമിച്ചിരുന്നത്. സത്യന്റെ നീട്ടിയും കുറുക്കിയുമുള്ള ഓരോ മൂളലുകളും എത്രയോ പേജ് സംഭാഷണങ്ങളാണ് വെട്ടിക്കുറച്ചതെന്നോർക്കുമ്പോൾ കൗതുകം തോന്നുന്നു. മരിച്ച് അഭിനയിക്കുക എന്നത് അന്വർത്ഥമാക്കിയ നടനാണ് സത്യൻ. ഒരു പെണ്ണിന്റെ കഥ ചിത്രീകരണം നടക്കുന്ന സമയം സത്യൻ മേക്കപ്പ് ചെയ്യുകയാണ്. മേക്കപ്പ് മാൻ ദേവസ്യ വന്ന് പറഞ്ഞു സത്യന്റെ മൂക്കിൽ നിന്ന് രക്തം വരുന്നുവെന്ന്. എന്നാൽ ചിത്രീകരണം നിർത്താൻ അദ്ദേഹം തയ്യാറായില്ല. പകരം മൂക്കിൽ പഞ്ഞുവെച്ച് ഷോട്ട് മുഴുവൻ എടുത്തു. ഷൂട്ടിംഗ് കഴിഞ്ഞു നോക്കുമ്പോൾ പഞ്ഞിയിൽ മുഴുവൻ രക്തം. ഷൂട്ടിംഗ് അവസാനിക്കും വരെ തനിക്ക് ഒന്നും സംഭവിക്കരുതേയെന്ന് പ്രാർത്ഥിക്കുകയായിരുന്നുവെന്ന് അദ്ദേഹം പിന്നീട് പറഞ്ഞു. പ്രാർത്ഥന തന്റെ ജീവനെ ഓർത്തായിരുന്നില്ല. സംവിധായകനായ എനിക്കും നിർമ്മാതാവായ എന്റെ സഹോദരൻ മൂർത്തിക്കുമുണ്ടാകുന്ന നഷ്ടത്തെ ഓർത്തായിരുന്നു അത്. താൻ മൂലം ചെറുപ്പക്കാരായ 2 പേർ നഷ്ടമുണ്ടായി നശിക്കരുതെന്നായിരുന്നു അദ്ദേഹത്തിന്റെ പ്രാർത്ഥന. വിജയത്തിൽ അമിതമായി സന്തോഷം പ്രകടിപ്പിക്കുകയോ തിരിച്ചടികൾ ഉണ്ടാകുമ്പോൾ ദുഃഖം പുറത്തു കാട്ടുകയോ ചെയ്തിട്ടില്ല. അസുഖത്തെക്കുറിച്ച് നന്നായി അറിയാമായിരുന്നു. എല്ലുകൾക്കൊക്കെ ബലം നഷ്ടമായിക്കൊണ്ടിരിക്കുകയാണെന്നും അധികം കായികാധ്വാനമുള്ള സീനുകൾ അഭിനയിക്കരുതെന്നും ഡോക്ടർമാർ നിർദ്ദേശിച്ചിരുന്നു. സത്യൻ അതിന് വഴങ്ങിയില്ല. അനുഭവങ്ങൾ പാളിച്ചകൾ ചിത്രീകരണം ആലപ്പുഴയിൽ നടക്കുകയാണ്. അതിൽ തൂമ്പായെടുത്തു വെട്ടുന്ന സീനുണ്ട്. വെറുതെ കൈ ഉയർത്തിക്കാട്ടിയാൽ മതി, ഡ്യൂപ്പിനെ വെച്ച് എടുത്തോളാമെന്ന് ഞാൻ പറഞ്ഞു. പക്ഷേ സത്യൻ കോപാകുലനായി. ജോലി ചെയ്യുമ്പോൾ മരിച്ചാലും കുഴപ്പമില്ലെന്നും ബീരുവിനെ പോലെ ജീവിക്കാൻ സാധിക്കില്ലെന്നും പറഞ്ഞ് സീൻ അതേപടി അഭിനയിക്കുകയായിരുന്നു അദ്ദേഹം. ഓടയിൽ നിന്ന് എന്ന ചിത്രം എടുക്കാൻ കാരണം സത്യനാണ്. ഛായാഗ്രാഹകനായിരുന്ന പി രാമസ്വാമി ഒരു മലയാള ചിത്രം നിർമ്മിക്കാൻ താൽപ്പര്യപ്പെട്ടപ്പോൾ സത്യനാണ് കേശവദേവിന്റെ ഓടയിൽ നിന്ന് എന്ന നോവൽ സിനിമയാക്കാൻ നിർദ്ദേശിച്ചത്. ഇൻക്വിലാബ് സിന്ദാബാദ് അദ്ദേഹത്തിന്റെ അവസാന കാലത്തെടുത്ത ചിത്രമാണ്. അതിൽ ചെറിയ വേഷമാണ് നൽകിയത്. അതിൽ ധരിച്ച ഷർട്ട് അദ്ദേഹത്തിന് വളരെ ഇഷ്ടമായി. ഷൂട്ടിങ്ങിന് ശേഷം അത് തനിക്ക് നൽകണമെന്നും പറഞ്ഞു. മുമ്പൊരിക്കലും അങ്ങനെ പറഞ്ഞിട്ടില്ല. ഷർട്ടിന് വലിയ പ്രത്യേകതയൊന്നും ഉണ്ടായിരുന്നില്ല. 1971 സെപ്റ്റംബറിലാണ് ഇൻക്വിലാബ് സിന്ദാബാദ് റിലീസ് ചെയ്തത്. അതിനു മുൻപ് ജൂണിൽ സത്യൻ മരിച്ചു. ശവപ്പെട്ടിയിൽ ആ ഷർട്ട് കൂടി വെച്ചാണ് അദ്ദേഹത്തെ യാത്രയാക്കിയത്. കണ്ണും കരളും അടക്കം എന്റെ പരീക്ഷണ ചിത്രങ്ങളിൽ സത്യനിലെ അഭിനയ പ്രതിഭയുടെ കയ്യൊപ്പുണ്ടായിരുന്നു. സത്യന്റെ കാലശേഷം സിനിമയെടുക്കുമ്പോൾ ചിന്തകൾക്ക് അംഗപരിമിതി സംഭവിച്ചതുപോലെ തോന്നിത്തുടങ്ങിയിരുന്നു. പരീക്ഷണങ്ങൾക്ക് എന്നും സത്യന് താല്പര്യമായിരുന്നു. നാടകീയത വിട്ട് സ്വാഭാവിക അഭിനയത്തിലേക്കെത്താൻ സാധിക്കുമെന്ന് അവസരം ലഭിച്ചപ്പോൾ അദ്ദേഹം തെളിയിക്കുകയായിരുന്നു. ഇത്രയും പ്രൊഫഷണലായി സിനിമയെ സമീപിക്കുന്ന നടനെ ഞാൻ കണ്ടിട്ടില്ലെന്നു തന്നെ പറയാം. സത്യന്റെ അസാന്നിധ്യം മലയാള സിനിമയ്ക്ക് വലിയ നഷ്ടം തന്നെയായിരുന്നുവെന്നും സേതുമാധവൻ പറഞ്ഞു.